അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ,
സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അസഹനീയമായി തോന്നുന്നത് അനീതി പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ ജീവിക്കുമ്പോഴാണ്. കുടുംബത്തിലായാലും എല്ലായിടത്തും ചെറുടെ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ അവിടെ സമത്വം പോവുകയും അനീതിക്ക് ബാക്കിയുള്ളവർ ഇരയാകുകയും ചെയ്യും. ഇത് ആദ്യകാലം പോലെ ഈ ഗ്രീക്കുകാരുടെ വിപ്ലവമില്ലേ, അപ്പോസ്തല പ്രവർത്തനം 6:1, ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. ഈ ബൈബിളിലും ലോകചരിത്രത്തിലും ഈ ഹെബ്രായർക്കെതിരെ എന്നുള്ള ഈ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. കാരണം യഹൂദരെവിടെ പോയാലും, യഹൂദന്മാർ പല രാജ്യങ്ങളിൽ പോയായിരുന്നല്ലോ, അവർക്ക് അവിടെയെല്ലാം പീഡനങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഇവരെ ആൾക്കാർ പീഡിപ്പിച്ചു എന്നുള്ള ചോദ്യം നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. അതെന്ന് വെച്ചാൽ ഇവർ എപ്പോഴും മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യണ പോലെ മറ്റു രാജ്യക്കാർക്ക് തോന്നും. ഇപ്പോൾ ഇംഗ്ലീഷുകാരുടെ രാജ്യത്ത് ചെന്നപ്പോൾ സ്പാനിഷിൽ നിന്നാണ് ഇവർക്ക് കൂടുതൽ പ്രയാസങ്ങളുണ്ടായത്. പക്ഷേ ഇംഗ്ലീഷ് രാജ്യത്ത് മോശമില്ല ഇവർ. എന്താ കാര്യമാണ്, ഷേക്സ്പിയറിൻ്റെ ഒരു കഥയില്ലേ, ഷേക്സ്പിയറിൻ്റെ കഥയിൽ സെമയോണിസ് ഒരു കടം കൊടുത്ത വെനീസിലെ വ്യാപാരി, ദ മർച്ചൻ്റ് ഓഫ് വെനീസ്. അപ്പോൾ ആ വ്യാപാരിയിൽ പണം കടം കൊടുക്കുന്നത് ഒരു യഹൂദനാണ്. എന്നുവെച്ചാൽ ഈ വട്ടിപ്പണ പലിശയ്ക്ക് കടം കൊടുക്കണ യഹൂദനാണ്. അപ്പോൾ ഈ ഷേക്സ്പിയറിൻ്റെ ഇംഗ്ലീഷ് കഥയിൽ പണം കടം കൊടുക്കുന്ന ആളാണ് യഹൂദൻ. അപ്പോൾ അയാൾ ആ കട ഈടാക്കുന്നതിന് പകരം കോടതി വെച്ച് മാംസം വെട്ടി ചോദിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ ഷിബിയുടെ കഥ പോലെ, ഷിബി വെച്ചാൽ ഈ ഷേക്സ്പിയർ ഇവിടുന്ന് മോഷ്ടിച്ചാണെന്ന് തോന്നുന്ന കഥ, ചിലപ്പതികാരത്തിൽ നിന്ന്. സെമയോണിസിന് ഇത് കൊടുക്കുമ്പോൾ കോടതി എന്ന് പറയണത് മാംസം തരാതെ പറഞ്ഞിട്ടുള്ളൂ, രക്തം പൊടിയരുതെന്ന് പറയും. അത് നമ്മളുടെ കഥയാണ്, ചിലപ്പതികാരത്തിലെ കഥയാണ്. ഷേക്സ്പിയർ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്, അടിച്ചു മാറ്റിയതാണ് നമുക്കറിയാൻ പാടില്ല. ആ കഥയിൽ അങ്ങനെ ഒരു രംഗമുണ്ട്. അപ്പോൾ ഇവിടെ ചെന്നാൽ ഈ ആള് പെരുകുമ്പോൾ അനീതികളുണ്ടാവും. അതാണ് ആളെ പിടിച്ച് പറഞ്ഞത്. കുടുംബത്തിലും അങ്ങനെയാണ്. കുടുംബത്തിലും ഈ പങ്കാളികൾ കൂടുതലല്ലേ, വസ്തു ഒക്കെ വിൽപ്പന വരുമ്പോൾ, ഭാഗോടമ്പടിയൊക്കെ വരുമ്പോൾ ആൾ കൂടുതലാണെങ്കിൽ കുറേ പേർക്ക് എപ്പോഴായാലും അപ്പനെ തല്ലിക്കൊല്ലാനുള്ള വൈരാഗ്യം മക്കൾ കാണിക്കണം കണ്ടുകൊണ്ട് ഞാൻ അപ്പനാണെന്നുള്ള മറന്നു പോരും. പക്ഷേ പങ്കിട്ട് വന്നപ്പോൾ ചിലർക്ക് ചില സ്ഥലം കിട്ടി, സ്ഥലത്തിന് കൂടുതലുണ്ടെങ്കിലും അവന് വരുമാനമൊന്നുമില്ല. വരുമാനമുള്ളവർക്ക് സ്ഥലം ചെറുതാണ്. അങ്ങനെ പല പല കോമ്പൻസേഷൻ വെച്ചാണ് അച്ഛൻ ചെയ്തിരിക്കുന്നത്, അപ്പൻ ചെയ്യണതെങ്കിലും കുറേ പരാതികളുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊരു വിഷയം ജീവിതത്തിലുണ്ട്. അനുദിനമുള്ള സഹായ വിതരണത്തിൽ ഗ്രീക്കുകാരുടെ വിധവകളാണ്, അവർ ന്യൂനപക്ഷമാണെന്ന് തോന്നാം. ഹെബ്രായർക്കെതിരെ പരാതി പറഞ്ഞെന്ന് വെച്ച് കഴിയുമ്പോൾ ഹെബ്രായറാണ് അവിടെ മേൽക്കൈ നേടിയിരിക്കുന്നത്. പക്ഷേ ഗ്രീക്കുകാരെന്ന് ചുമ്മാ ഗ്രീക്കുകാർ വിജാതിരല്ലേ, അവർ യഹൂദ പാരമ്പര്യമുള്ള ആൾക്കാരാണ്. ഗ്രീക്ക് ഭാഷ സംസാരിക്കണമെന്നേ ഉള്ളൂ, യഹൂദ പാരമ്പര്യമുള്ള ആൾക്കാരാണ്. അതായത് ഹെലനിസ്റ്റിക് എന്നൊക്കെ ബൈബിൾ പറയും. അപ്പോൾ ഇവരെല്ലാം ബ്ലഡ് ഒന്ന് തന്നെയാണ്. പക്ഷെ ആ രാജ്യത്തിൽ നിന്ന് വന്ന കാരണം അവരോട് ഹെബ്രായർ അനീതി കാണിച്ചു. അപ്പം അങ്ങനെയാണ് പിന്നെ പത്രോസ് പറയണത്, ഞങ്ങൾ ഭക്ഷണ മേശ വന്ന് അതിനു വേണ്ടി തലയിടാൻ ഞങ്ങൾക്ക് നേരമില്ല,
ഞങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള അഭിഷേകമല്ല, ഞങ്ങൾക്ക് കർത്താവിൻ്റെ വചനം പങ്കുവെക്കാനുള്ള അഭിഷേകമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് കൃപയുള്ളവരുടെ മേൽ ഞങ്ങൾ കൈവെക്കാം. അങ്ങനെ ഡയക്കണേറ്റ് ഉണ്ടാകണത് ഡീക്കൻ. പിന്നീട് കുറേ കാലത്ത് സഭയിൽ ഡീക്കന്മാരില്ലായിരുന്നു. പിന്നെ വന്നപ്പോൾ ആദ്യത്തെ ഡീക്കന്മാരല്ല വന്നത്, ലിറ്റർജിക്കൽ ഡീക്കന്മാരാണ് വന്നത്. അപ്പോൾ സഭയുടെ ഹിസ്റ്ററിയിൽ ആദ്യം ഉണ്ടായിരുന്നത് സഭയുടെ സാമൂഹ്യനീതി സംരക്ഷിക്കുന്ന ആൾക്കാരായിരുന്നു അവർ. അപ്പോൾ അത് പ്രോസസ് ഓഫ് ടൈമിൽ അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ചിലയിടത്ത് ആൾ കൂടിയും കുറച്ച് ആൾ കുറഞ്ഞും, ചിലയിടത്ത് ഉച്ചനീചത്വം കുറച്ച് അവഗണനയും ഒക്കെ സംഭവിക്കുമ്പോൾ അനീതി ഉണ്ടാകും. അനീതി ഉണ്ടാകുമ്പോൾ ചില ആൾക്കാരെ സഹിക്കും, ചില ആൾക്കാർ ഫൈറ്റ് ചെയ്യും അതിനെതിരെ. പക്ഷേ സുവിശേഷത്തിൻ്റെ ഒരു നിലപാടിൽ, സുവിശേഷ നിലപാട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സഹിക്കാനുള്ള കൃപ, അവന് വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയാണ്. ഇപ്പോൾ 1:29 ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടേ വിശ്വാസം ഒരു സാങ്കേതിക അർത്ഥത്തിൽ മാത്രമല്ല, വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം, സഹിക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹം, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ആ വിശ്വാസം മാത്രമല്ല, പിന്നെ എന്താ ഉള്ളത്? അതിൻ്റെ സെക്കൻഡ് ഗ്രേഡിൽ അവന് വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയുള്ള കൃപ കിട്ടിയാൽ മാത്രമേ, അതിൻ്റെ അക്സസറി അതാണേ, അവന് വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയുള്ള കൃപ കിട്ടിയാൽ മാത്രമേ ക്രിസ്തു നിലനിന്ന് പോരത്തുള്ളൂ നമ്മളിൽ. അല്ലെങ്കിൽ ക്രിസ്തു ആവിയായി പോകും. പക്ഷേ അതായത് ക്രിസ്തുവിനെ നമ്മൾ നിലനിർത്തുക എന്ന് പറയുമ്പോൾ സഹനത്തിൻ്റെ ഒരു കണ്ടൻറ്റ്, ക്രിസ്തുവിൻ്റെ കൃപ കൾച്ചർ ചെയ്ത് വരണത് ആ സഹനത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ക്രിസ്തു നമ്മളിൽ വളർന്നു വരണത്, നഴ്സറി ചെയ്ത് വരണത്. അതുകൊണ്ട് പൗലോസപ്പോസ്തലൻ ചോദിക്കുകയും പറ്റാൻ കഴിവുണ്ടെങ്കിൽ സഹിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയും പൗലോസപ്പോസ്തലൻ. അതാണ് ആദിമസഭയുടെ നിലപാടതാണ്. അപ്പോൾ അതറിയണമെങ്കിലേ 1 എടുത്തേ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം, അനീതി നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ. അപ്പം സഹിക്കാൻ കൃപയുണ്ടവനുണ്ടെങ്കിൽ യുദ്ധത്തിന് പോകണ്ടെന്നുള്ള അർത്ഥമാണ് എൻ്റെ ഉള്ളത്. അത് ഓരോരുത്തരുടെ കൃപയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ല, അനീതി മസ്റ്റായിട്ടുണ്ടാകും. ഒരു സമൂഹം പ്രക്രിയ ചെയ്ത് വരുമ്പോൾ ആരെങ്കിലും കുറേ ആൾക്കാർ അതിൻ്റെ അനീതി അനുഭവിക്കും. ചിലർ അതിനെതിരെ ഫൈറ്റ് ചെയ്യും. ചില ആൾക്കാർ ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പോരായ്മ ആയിട്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിച്ച അതിൻ്റെ കൃപയാക്കി മാറ്റും. കൊളോസോസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഒരു മനുഷ്യൻ എന്ന നിലയിലെ എന്തെങ്കിലും കുറവ് കർത്താവിൻ്റെ പീഡകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ശരീരം എന്ന രീതിയിൽ സഭയോട് ചേർന്ന് നമ്മളത് സഹിക്കുന്നത്. അപ്പോൾ അതൊരു കൃപയാണ്. അതിന് ചിലർക്ക് അതിനുള്ള കഴിവുണ്ട്. കൃപ അതിൽ ക്രിസ്തു ഈ കൾച്ചറിങ്ങിലാണ് ക്രിസ്തു വളർന്നു വരണത് നമ്മളിൽ. അപ്പോൾ ക്രിസ്തു വളർന്നു വരണമെന്നുള്ളതിന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സഹനം അതിൻ്റെ വളവും വെള്ളവുമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്ന് സൂചനയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ പൊട്ടിത്തെറിക്കുകയോ അതെല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഉള്ള ഒരു മാർഗമായി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള സാധ്യത തേടുകയും ക്രിസ്തുവിൽ വളരുകയും ചെയ്യാൻ നിങ്ങളുടെ സഹന സാഹചര്യം പ്രയോജനപ്പെടുത്തണമെന്നാണ് ഈ സുവിശേഷത്തിൻ്റെ ഒരു ചൈതന്യം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി ഉയർത്തിയതിന് കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ക്ലിറ്റി തോമസ്, ഇതെൻ്റെ ഹസ്ബൻഡ് റെജി തോമസ്, ഇതെൻ്റെ മകൻ ജുവൽ തോമസ്. ഞങ്ങൾ വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ജോലി കിട്ടിയ ഒരു സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ നേഴ്സായിട്ട് കുവൈറ്റിൽ വർക്ക് ചെയ്യുകയായിരുന്നു, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ MOHൻ്റെ ഒരു ഇൻ്റർവ്യൂ വരികയും അതിനകത്ത് ഞാൻ പാസ്സാവുകയും ചെയ്തു. പക്ഷേ എനിക്ക് അവിടെ നിന്ന് അവർ NOC തരത്തില്ലായിരുന്നു. NOCക്ക് വേണ്ടി ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു,
2 വർഷമായവർക്ക് കൊടുക്കത്തില്ല, 3 വർഷമായാലേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മാനേജ്മെൻറ്റ് മാറുകയും അവരെന്തായാലും തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് NOC വേണ്ട, എക്സിറ്റ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ എക്സിറ്റിനും അവർ വില്ലിങ് അല്ലായിരുന്നു. അന്നേരം എനിക്ക് അവിടുന്ന് ഉടമ്പടി ഉപ്പ് കിട്ടുകയും ഞാനത് HR മുന്നിലിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥിച്ചതിന് ശേഷം HR എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് എക്സിറ്റ് തരാം, നീ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സിറ്റ് മേടിച്ച് ഇങ്ങോട്ട് പോരാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുകയും നീ ഒന്നും കൂടി അപ്ലൈ ചെയ്താൽ മതി, അപ്പോൾ നിനക്ക് എന്തായാലും മിനിസ്ട്രിയിലേക്ക് തന്നെ വരാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഒന്നും കൂടി അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. നാട്ടിൽ എന്തായാലും ഇൻ്റർവ്യൂ ഉണ്ടാകും എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോന്ന് ഞാൻ ഉടമ്പടി എടുത്തത് തീർത്ഥാടന ഉടമ്പടി എടുത്തത് മെയ് 14-ാം തീയതി 2025 അങ്ങനെ ഞാൻ ഇവിടെ വരികയും ഞാൻ നാട്ടിൽ വന്നത് മെയ് 9-ാം തീയതിയാണ്. അന്ന് മെയ് 14-ന് ഞാൻ ഇവിടെ വരികയും തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു. തീർത്ഥാടന ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അവിടുന്ന് ഇൻ്റർവ്യൂ വരികയും ഞാൻ അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിന് റിപ്ലൈ ഒന്നും വന്നില്ല. അന്നേരം അവിടെ അന്വേഷിച്ചപ്പം പറഞ്ഞു നമ്മൾ എല്ലാം ലോക്കലിലാണ് ഞാൻ അവിടെ എല്ലാ സർട്ടിഫിക്കറ്റും സബ്മിറ്റ് ചെയ്തേക്കുന്നത്, ലോക്കൽ മാറ്റി ലോക്കം ആക്കിയാൽ നമുക്ക് നാട്ടിൽ നിന്ന് കയറി വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ എല്ലാ മാസവും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യം ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ ലോക്കൽ മാറ്റിയിട്ട് എല്ലാം ലോക്കമാക്കിയിട്ടുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, പാസ്പോർട്ട് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്പോർട്ട് സെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞപ്പം എനിക്ക് മെയിൽ വന്നു നിങ്ങളുടെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി വെച്ചേക്കുവാന്ന് എന്ന് പറഞ്ഞു. അപ്പം വിസയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. 1 മാസം നിന്നു, വിസ വന്നില്ല. അന്നേരം എൻ്റെ ഫ്രണ്ട് പോയി അവിടെ അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഓൾറെഡി നിൻ്റെ പേരിൽ ഒരു വിസ കിടക്കുകയാണ്, അതുള്ളത് കൊണ്ട് ഇവർക്ക് വിസ അടിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അത് ക്യാൻസൽ ചെയ്തതിന് ശേഷമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അതിനുവേണ്ടി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കോൺടാക്റ്റ് ചെയ്യുകയും അവരത് ക്യാൻസൽ ചെയ്ത് തരികയും എനിക്ക് പിന്നെ അവർ മെയിൽ അയക്കുകയും പിന്നീട് അവർ വിസ എനിക്ക് അയച്ചു തരികയും ചെയ്തു. അങ്ങനെ വിസ എനിക്ക് ഞാൻ ഉടമ്പടി എടുത്ത് 1 വർഷം കറക്റ്റ് ആയപ്പം വിസ എനിക്ക് മെയ് 14-ാം തീയതി എനിക്ക് വിസ കിട്ടി. എനിക്കിപ്പം ടിക്കറ്റും വന്നു. ഞാൻ നാളെ കഴിഞ്ഞ് ഞാൻ 25-ാം തീയതി ഞാൻ കുവൈറ്റിന് മിനിസ്ട്രിയിലേക്ക് പോവുകയാണ്. അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ എല്ലാ മാസവും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്താണ് എനിക്ക് എല്ലാ മെയിലും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ടിരുന്നത്. മാതാവിന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു മെഡിക്കൽ ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് ഓൾറെഡി ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തതാണ്. ഞാൻ ഇവിടുന്ന് മെഡിക്കൽ ചെയ്യുകയും അവിടെ മെഡിക്കൽ ചെയ്യുകയും എനിക്ക് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് പോകാൻ വേണ്ടി മെഡിക്കൽ ചെയ്തപ്പോൾ എൻ്റെ എക്സ്റേ പാച്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി തൈലവും വിശുദ്ധ വസ്തുവായ ഉപ്പും തേനും ഉപയോഗിച്ചതിൻ്റെ ഫലമായി 1 ആഴ്ച കഴിഞ്ഞ് ഞാൻ എക്സ്റേ ചെയ്തപ്പോൾ എനിക്ക് എക്സ്റേയിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ ഡ്രൈവിംഗ് എന്ന ഒരു സ്വപ്നമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മാതാവ് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഞാൻ 3 പ്രാവശ്യം അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് പാസ്സാകാൻ വേണ്ടി പറ്റിയത്. പക്ഷേ അന്ന് ഞാൻ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാം പാസ്സായത്. എനിക്ക് 2 വീലർ വേണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞതാണ്. എനിക്ക് 4 വീലർ മാത്രമേ ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. 2 വീലറിൻ്റെ 8 എടുക്കാൻ പറ്റുന്നേ ഇല്ലായിരുന്നു. പക്ഷേ എന്നോട് RTO ഞാൻ 4 വീലിൻ്റെ ടെസ്റ്റിന് ചെന്നപ്പോൾ RTO എന്നോട് ചോദിച്ചു എവിടെയാണ് പഠിക്കുന്നത്, എന്തിനാണ് ജോലി ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു നേഴ്സായിട്ടാണ് കുവൈറ്റിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു 2 വീലർ വേണ്ടേ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം ലൈസൻസ് വന്നപ്പോൾ എനിക്ക് 2 വീലറും 4 വീലറും കിട്ടി. അമ്മ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വരുമായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പോയിട്ട് എല്ലാ വീടുകളിലും കയറിയിട്ട് വിശുദ്ധ വസ്തുവായ തൈലം വെച്ച് കുരിശ വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാവർക്കും ഞങ്ങൾ വിതരണം ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾ കൂടുതലും കൊടുത്തത് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനായിരുന്നു. അവർ ആത്മീയമായിട്ട് ഒത്തിരി വളരാനായിട്ട് അവർക്കാണ് കൊടുത്തിരുന്നത്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കാണുകയും അത് സ്റ്റാറ്റസ് ഇടുകയും എല്ലാ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് ഞാൻ വേണ്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ
ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു. ഞാൻ ആദ്യം പൈസയൊക്കെ കൊടുത്ത് എല്ലാവരെയും സഹായിക്കുകയും അവർ നമുക്ക് ചോദിക്കുന്നവർക്ക് കൊടുത്ത് സഹായിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സ്വന്തം ഇടവകയിൽ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ ഞാൻ പോയിട്ട് വൃദ്ധരായവരെ ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അവരെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങൾ അവരെ ഭക്ഷണം കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് അമ്മ മാതാവ്, കൃപാസന മാതാവ് ഈശോയും കൂടി എനിക്ക് വിസയും ഇതും തന്ന് മാതാവിന് 1000 നന്ദി പറയുന്നു. ആത്മീയമായിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും വിശുദ്ധ ബലി അർപ്പിക്കുകയും മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കുകയും എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും ഞാൻ സമ്പൂർണ്ണ ബൈബിൾ 2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഉപവാസം എടുക്കുന്ന, ഞാൻ ഒരിക്കലും ഉപവാസം എടുക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം അറിയാം, കൃത്യനിഷ്ഠമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ അമ്മ മാതാവ് എന്നെ അതിൽ ഉപവാസം എടുക്കുവാനും ഒരു നേരം നിൽക്കുവാനും ഒക്കെ എനിക്ക് അനുഗ്രഹം തന്നു. അതിനും അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നാണ് പരിശുദ്ധ അമ്മ തൻ്റെ മാഗ്നിഫിക്കത്ത് സ്തോത്രഗീതത്തിൽ അമ്മ വളരെ സന്തോഷത്തോടു കൂടി പാടുന്നത്. ഹബക്കൂക്ക് പ്രവാചകനും പറഞ്ഞത്, നിങ്ങളുടെ വരുന്ന നാളുകളിൽ വലിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ഇതെല്ലാം പുതിയ നിയമവും പഴയ നിയമവും കൂട്ടിച്ചേരുമ്പോൾ അത് ഈശോ ഫുൾഫിൽ ചെയ്യുന്ന ഒരുപാട് സ്വപ്നങ്ങളാണ്. നാം ഉടമ്പടിയിലായിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. ദൈവത്തോടു കൂടെ ആയിരിക്കുക, ഈശോ രക്ഷകനാണെന്ന് ഏറ്റുപറയുക, ഇതെല്ലാം ഈശോയുടെ വലിയ സ്വപ്നങ്ങളാണ്. ഇവിടെ ക്ലിറ്റി തൻ്റെ ജീവിത പങ്കാളി റെജിയോടും മകൻ ജുവലിനോടും കൂടി വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഇവരുടെ കൈവിട്ടു പോയ കാര്യങ്ങളാണ്. കുവൈറ്റിൽ ജോലി എക്സിറ്റ് അടിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ എൻ്റെ ഒരു NOC കിട്ടാതിരുന്നപ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് ഇങ്ങോട്ട് തിരിച്ചു പോന്ന് ഒരു ഫ്രണ്ടാണ് ഉടമ്പടി ചെയ്തപ്പോൾ ആദ്യമായി പരിശുദ്ധ അമ്മയുടെ ഒരു സ്വരമായി മകൾ ശ്രവിച്ചത്, നിനക്ക് ആ മിനിസ്ട്രിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അതൊരു വലിയ വാക്കായിരുന്നു. ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ മിത്രങ്ങളോ ബന്ധുക്കളോ നാം അറിയാത്ത ആളുകളോ ദൈവവചനമോ എന്തെങ്കിലുമൊക്കെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പരിശുദ്ധാമ്മ കൃത്യമായിട്ട് ചെയ്യുന്നത് നമുക്ക് സാധിക്കും. നമുക്ക് കേൾക്കാനും കാണാനും സാധിക്കും. എൻ്റെ മെറിറ്റിൽ ഇനി എനിക്കൊന്നും സാധിക്കുകയില്ല, ഞാനൊരു 0 ആയി എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നത്. ക്ലിറ്റിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. വളരെ പെട്ടെന്ന് 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ മകൾക്ക് കുവൈറ്റിലേക്ക് വീണ്ടും മിനിസ്ട്രിയിൽ ജോലി പ്രവേശിക്കാൻ സാധിച്ചു എന്നതിൻ്റെ മനോഹരമായ സാക്ഷ്യമാണിത്. അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റിൻ്റെ സമയത്തായാലും മകൾ പറയുകയായിരുന്നു, ഞാൻ ഓൾറെഡി കുവൈറ്റിൽ പോയിട്ടുള്ളതാണ്, പക്ഷേ 2ാമതും മെഡിക്കൽ ടെസ്റ്റിന് അപ്പിയർ ചെയ്തപ്പോൾ എനിക്ക് എക്സ്റേയിലൊരു പാച്ചസ് വന്നതായിട്ട് കാണപ്പെട്ടു. ഇവിടെ വന്ന് വളരെ പെട്ടെന്ന് തൈലവും ഇവിടെ നമ്മുടെ നേർച്ച വസ്തുക്കൾ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, വിശ്വാസപ്രയോഗം ചെയ്യണമെന്നുള്ള കാര്യം നമുക്കറിയാം. മകൾ അത് തന്നെ കൃത്യമായി ചെയ്യുകയും അവർക്ക് നെക്സ്റ്റ് സ്കാനിങ്ങിൽ ഒരു ടെസ്റ്റിൽ അവർക്ക് അങ്ങനെ ഒരു പാച്ചസ് ഇല്ല എന്ന് ഉള്ള സൗഖ്യവും ഒരു അറിയിപ്പും അവർക്ക് ലഭിച്ചു പോകാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിട്ടി. ഡ്രൈവിംഗ് ലൈസൻസ് അത് ക്ലിറ്റിക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്തതായിരുന്നു. 4 വീലർ മാത്രം മതിയായിരുന്നു, ഒരു നെയിം സേക്ക് എടുക്കണമായിരുന്നു. പക്ഷേ അവിടെ RTO തന്നെ മോളോട് പറഞ്ഞു, ഇത് 2ഉം കൂടി കൊണ്ടുപോക്കോ എന്നാണ് അവളോട് പറഞ്ഞത്. 4 വീലർ ആൻഡ് 2 വീലറിൻ്റെ 2ൻ്റെയും ലൈസൻസ് നൽകി മകളെ അനുഗ്രഹിച്ചു. വളരെ പേടിച്ച് വിറച്ച് അല്ലെങ്കിൽ നെർവസായി വണ്ടി ഓടിക്കുമ്പോൾ ഓടിക്കുന്നത്, ആ ടെസ്റ്റ് പാസ്സാക്കുന്നത്, ആ ടെസ്റ്റ് ചെയ്യിക്കുന്നതും പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മുടെ നേർച്ച വസ്തുക്കൾ കാശുരൂപം നാം മുറുകെ പിടിക്കുമ്പോൾ ഉടമ്പടി കാശുരൂപത്തിൻ്റെ ശക്തി നാം ഓരോരുത്തരും അനുഭവിക്കുന്നതാണ്. നമ്മുടെ കയ്യിലിരുന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിൽ അത് ചലിക്കുന്നതും എല്ലാം നാം പലപ്പോഴും അനുഭവിക്കുന്നതാണ്. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. ഈശോ ആണ് നമുക്ക് ഈ കൃപ നൽകുന്നത്. ഈശോ ചോദിക്കുന്നുണ്ട്, ഒരു യുവാവ് ഈശോയോട് ചോദിച്ചു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞൊരു ഉത്തരം അതാണ്. നല്ല സമറിയാക്കാരൻ്റെ ഉത്തരത്തിലൂടെ നീയും പോയി അതുപോലെ ചെയ്യുക. നമ്മുടെ കാരുണ്യ പ്രവൃത്തികളിലൂടെയെല്ലാം നീയും പോയി അതുപോലെ ചെയ്യുക എന്നുള്ളൊരു വലിയ ചെയ്യുന്ന പ്രവൃത്തി നാം ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഉറപ്പുണ്ടാകുന്നത്. എൻ്റെ അക്കൗണ്ടിൽ ഈശോയ്ക്ക് ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന എൻ്റെ നിത്യതയിലേക്ക് പ്രാപിക്കാനായി ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമുക്കെപ്പോഴും ആ ഒരു അക്കൗണ്ടിന് വേണ്ടി ജീവിക്കാം.
സുവിശേഷത്തിൽ വിശ്വസിക്കുകയും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ഈശോയുടെ വലിയ തീരുമാനം, നിലപാട് നമുക്ക് ഏറ്റെടുക്കുകയും ചെയ്യാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ക്ലിറ്റിക്കും കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്ക് നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക്. ഇതെൻ്റെ ഭർത്താവ് ഡിൻസ്, ഇതെൻ്റെ മക്കള്, മോൻ ഡാൻ സാമുവൽ, ഇത് ഹന്ന മറിയം. ഞാൻ 2024 ജനുവരി 3 ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ സന്നിധിയിൽ വന്നിട്ട് നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ ന്യൂസിലാൻഡിലേക്ക് പോയിട്ടുണ്ടായത് ജോലി അന്വേഷിക്കാനായിട്ട്. എനിക്ക് 1.5 മാസത്തെ ഒരു ക്യാബ് കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജനുവരി 8 2024 ക്യാബ് കോഴ്സിന് പോയി. പക്ഷെ അന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായത് പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നഴ്സായിട്ട് അവിടെ ജോലി കിട്ടുന്നതാണ്. പക്ഷേ 6 മാസം എനിക്ക് ജോലി കിട്ടിയില്ല. 6 മാസം കൊണ്ട് ഞാൻ എന്നും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, എന്നിട്ടും ജോലിയൊന്നും ആയില്ല. ഞാൻ അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടിയിൽ പറയണ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഡെയിലി പള്ളിയിലേക്ക് പോയി വചനം വായിച്ചു, മറ്റുള്ളവർക്കുള്ള കാര്യപ്രവൃത്തികൾ ചെയ്തു. എന്നിട്ടും ജോലി ശരിയാവുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പിന്നെയും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, മാതാവ് ഞാൻ എനിക്കുള്ള നല്ല ജോലി ദുബായിൽ കളഞ്ഞിട്ടാണ് ഞാൻ ന്യൂസിലാൻഡിൽ വന്നിട്ടുണ്ടായത്. ഇവിടുന്ന് ഒരിക്കലും എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഒരു ദിവസം പള്ളിയിലേക്ക് എന്നും പോകാറുണ്ട്. ന്യൂസിലാൻഡിൽ ഒരു ദിവസം ഭയങ്കരമായിട്ട് മഴയായിരുന്നു. അന്ന് അവിടെ ആലിപ്പഴം വിടാന്ന് പറയും, മഞ്ഞ് വീഴുന്ന ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ഹോസ്റ്റലിൽ പറഞ്ഞു, നീ ഇന്ന് പള്ളിയിലേക്ക് പോകണ്ട, ഇന്ന് പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് അത് വീണിട്ട് എന്തെങ്കിലും അപകടം പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, അപ്പം ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഉടമ്പടി തെറ്റിക്കാണ്ടിരിക്കുക ഞാൻ അവഗണിച്ചുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോയി. എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, മാതാവിനെ കൈവിടില്ല എന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പള്ളിയിലേക്ക് പോയി. പള്ളിയിലെ ഇംഗ്ലീഷ് മാസമായിരുന്നു. ഇംഗ്ലീഷ് മാസം കഴിഞ്ഞ് പള്ളിയിലത്തെ എല്ലാവരും പോയി. പള്ളിയിൽ ഞാൻ മാത്രമായിട്ട് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവത്തോട്. ദൈവം എനിക്ക് എന്താണ് ജോലി ശരിയാവാത്ത, ഞാൻ വന്നിട്ട് 6 മാസമായിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു, 3 മാസം കഴിയാറായി, എന്നിട്ടും എന്താ എൻ്റെ മാതാവ് കാണാത്തതെന്ന് ഞാൻ മാതാവിനോട് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ വിസ കഴിയാൻ ഒരാഴ്ചയും കൂടി ഇനി ബാക്കിയുള്ളൂ. ഞാൻ അടുത്ത വ്യാഴാഴ്ച നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുത്തു. അപ്പോൾ എനിക്കിനി 7 ദിവസം മാത്രമേ എൻ്റെ കൺമുമ്പിലുള്ളൂ. അതിനുള്ള ജോലി എങ്ങനെയെങ്കിലും മാതാവ് 7 ദിവസം കൊണ്ട് ശരിയാക്കാൻ ഞാൻ അത്രയ്ക്ക് ഉരുകി പ്രാർത്ഥിച്ചു. ഇനി തിരിച്ചു പോയി കഴിഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എനിക്ക് വഴക്ക് കേൾക്കേണ്ടി വരും, നല്ല ജോലി അവസാനിപ്പിച്ച് വന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ ഷോൾഡറിൽ തട്ടി. പള്ളിയിൽ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. തിരിഞ്ഞു നോക്കിയപ്പോൾ നീല സാരി എടുത്ത ഒരു ചേച്ചിയായിരുന്നു അത്. അവിടെ പള്ളിയിൽ ഒരിക്കലും ഞാൻ ഇംഗ്ലീഷ് മാസം നീല സാരി എടുത്ത ഒരു ചേച്ചിനെ കണ്ടിട്ടേ ഇല്ല. ആ ചേച്ചി എന്നോട് ചോദിച്ചു, മോൾക്ക് ഇതുവരെ ജോലി ആയിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ 6 മാസമായിട്ടും ജോലി ആവാതെ ഞാൻ അടുത്ത ആഴ്ച ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഞാൻ അവസാനമായിട്ട് ഈ പള്ളിയിൽ ഞാൻ എന്നും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അതാണ് എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എനിക്കൊരു നമ്പർ തന്നു. ഈ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ദൈവം നിന്നെ കൈവിടില്ല, നിനക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോൺ നമ്പർ മേടിച്ചു. ആ ചേച്ചി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 50-55 വയസ്സിനൊക്കെ പ്രായമുള്ള ഒരു മുഖമാണ്. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി പോവാ, ചേച്ചിയുടെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പേര് പറഞ്ഞു മരിയാന്ന് പറഞ്ഞു. എനിക്ക് ഇന്നും വിശ്വാസമാണ് ആ ചേച്ചി നമ്മുടെ മാതാവാണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമാണ്. എന്താണെങ്കിൽ ആ പള്ളിയിൽ ഞാൻ 2.5 വർഷം അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചു. ഇന്നേ വരയ്ക്ക് ആ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇംഗ്ലീഷ് മാസിന് ഒരു സ്ത്രീകളും സാരി എടുത്ത് വന്ന് ഞാൻ പിന്നീട് കണ്ടിട്ടേ ഇല്ല അവിടെ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് ആ നമ്പറിൽ ഞാൻ വിളിച്ചപ്പോൾ അത് ന്യൂസിലാൻഡിലെ മലയാളികളിലെ ക്രിസ്ത്യൻസിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലത്തെ നമ്പറായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു ആളാണ് എനിക്ക് ഫോൺ എടുത്തത്. അപ്പോൾ ആൾ ചോദിച്ചു, എന്തേ മോള് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല എന്ന്. അപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്തതിൽ 50 മെമ്പേഴ്സാണ് ഉണ്ടായത് ആ ഗ്രൂപ്പിൽ. എനിക്ക് അടുത്ത വ്യാഴാഴ്ച നാട്ടിലേക്ക് പോകാനുള്ളത്. ഞാൻ 50 ആളെ എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ 50 ആൾക്ക് ഞാൻ പേഴ്സണൽ മെസ്സേജ് അയച്ചു, ഞാൻ അടുത്ത വ്യാഴാഴ്ച നാട്ടിലേക്ക് പോവാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നഴ്സിംഗ് ജോലി അറിയുകയാണെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ട്. ഈ 50 ആളിൽ 46 ആളും എനിക്ക് റെസ്പോണ്ട് ചെയ്തില്ല, ഒരു മെസ്സേജിന് ഒരു റിപ്ലൈ അയച്ചില്ല. ബാക്കി 4 ആൾ മാത്രമാണ് റിപ്ലൈ അയച്ചത്. അതിൽ 3 ആൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് നഴ്സിങ്ങിനെ കുറിച്ച് അറിയില്ല, അതുകൊണ്ട് സോറി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അതിലത്തെ ഒരു ചേട്ടൻ മാത്രം എനിക്ക് മെസ്സേജ് അയച്ചത് അയാളുടെ വൈഫിൻ്റെ ജോലി സ്ഥലത്ത് ജോലി ഒഴിവുണ്ട്, നീ CV അയക്കാൻ പറഞ്ഞിട്ട്. ആ വ്യക്തിനെ എനിക്ക് അറിയൊന്നുമില്ല. അങ്ങനെ CV അയച്ചു. എൻ്റെ ഓഗസ്റ്റ് 5 ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ 6 മാസം കിട്ടാത്ത ജോലി എനിക്ക് ഓഗസ്റ്റ് 5 തന്നെ മാതാവ് തന്നെ അനുഗ്രഹിച്ചു. ആ ഫസ്റ്റ് ഞാൻ ന്യൂസിലാൻഡിൽ പോയിട്ടുള്ള ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നത്. അത് പാസ്സായി, എനിക്ക് ജോലി കിട്ടി, ഞാൻ ജോലി കയറി. അത് ഞാൻ ഇന്നും വിശ്വസിക്കണമെങ്കിൽ മാതാവാണ് ആ ജോലി കൊണ്ടുവന്ന് തന്നേന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ആ സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മാത്രമല്ല, ഞാൻ ആ ഗ്രൂപ്പിൽ ചോദിച്ചു. ആ ഗ്രൂപ്പിലത്തെ അവരും പറഞ്ഞു, ഇങ്ങനെ ഒരു 50 വയസ്സുള്ള ഒരു ഏജുള്ള ഒരു സാരി എടുത്ത സ്ത്രീ നമ്മുടെ ഗ്രൂപ്പിലില്ല എന്നും പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് നമ്പർ കിട്ടിയെന്ന് എല്ലാവർക്കും അതിശയമായിരുന്നു.
അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്യാപ്പ് എന്ന് പറഞ്ഞ കോഴ്സിനാണ് ഞാൻ പോയിട്ടുണ്ടായത്. ആ കോഴ്സിൻ്റെ ഫീസ് നമുക്ക് സെപ്റ്റംബർ 30 വരെയൊക്കെയാണ് ജോലി കിട്ടിയവർക്കാണ് റീഫണ്ട് കിട്ടുകയുള്ളൂ. എനിക്കങ്ങനെ ഓഗസ്റ്റ് 29 ഞാൻ ജോലിക്ക് കയറിയത്. കൃത്യം ഒരു മാസത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ സംഖ്യ ഫുൾ ഞാൻ എത്രയും ഞാൻ ചിലവാക്കിയോ ആ ഫുൾ എമൗണ്ടും എനിക്ക് തിരിച്ച് കിട്ടി. അത് ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് തിരിച്ച് കിട്ടില്ലായിരുന്നു. അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ സെപ്റ്റംബർ 10 ജോലിക്ക് കയറിയിട്ട് വെറും 10 ദിവസം കഴിയുമ്പോൾ എൻ്റെ OET എന്ന് പറഞ്ഞ എക്സാം 2 വർഷമായിട്ട് എക്സ്പയർ ആവായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഒരിക്കലും റെസിഡൻസി ഇടാൻ പറ്റില്ല. പിന്നെ റെസിഡൻസി ഇടണമെങ്കിൽ എനിക്ക് പിന്നെയും OET എക്സാം എഴുതണമായിരുന്നു. അത് വലിയ ടഫുള്ള എക്സാം ആയതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഈ 10 ദിവസം കൊണ്ട് ഒരിക്കലും എനിക്കറിയാം റെസിഡൻസി ഇടാൻ പറ്റില്ല എന്ന്. എന്താണെങ്കിലും ഒരുപാട് ഡോക്യുമെൻറ്റ്സ് സംഘടിപ്പിക്കാനുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം 10 ദിവസം കൊണ്ട് ഒരിക്കലും അത് റെഡിയാവില്ല. കുറേ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കാനുണ്ട്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സെപ്റ്റംബർ 8 വെറും 8 ദിവസം കൊണ്ട് എനിക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും റെഡിയായി. മാതാവിൻ്റെ ബർത്ത്ഡേ അന്ന് എനിക്ക് റെസിഡൻസി ഇടാൻ പറ്റി. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഡിസംബർ 25 ക്രിസ്മസിന് മുമ്പ് ചേട്ടനും മോനും ന്യൂസിലാൻഡിൽ എത്തണം എന്നുള്ളത്. അങ്ങനെ ഡിസംബർ 19 മാതാവ് ഇവരെ ന്യൂസിലാൻഡിൽ എത്തിച്ചു. അതിനുശേഷം പിന്നത്തെ കൊല്ലം 2025 ഓഗസ്റ്റ് 5 എൻ്റെ അടുത്ത കൊല്ലത്തെ ബർത്ത്ഡേ അന്ന് ചേട്ടന് ജോലി തന്ന ദൈവം അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു. എനിക്ക് കുഞ്ഞിന് തരാണെച്ചെങ്കിൽ ഒന്നല്ലെങ്കിൽ മെയ് മാസം അല്ലെങ്കിൽ ഒക്ടോബർ മാസമാണ് എനിക്ക് മാതാവ് പ്രഗ്നൻ്റാന്ന് അറിയിച്ചാൽ മതി. എങ്കിലും ഞാൻ മാതാവിൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കുള്ളൂ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ മെയ് 30 ഞാൻ പ്രഗ്നൻ്റാന്ന് അറിഞ്ഞത് 2025 കഴിഞ്ഞ കൊല്ലം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായി. ജനിക്കുകയാണെങ്കിൽ അത് പെൺകുഞ്ഞാണെങ്കിൽ മറിയം എന്ന് പേരിടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാതാവ് തന്ന കുഞ്ഞാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഞങ്ങൾ ഈ കുഞ്ഞിന് ഹന്ന മറിയം എന്ന് പേരിട്ടു. പിന്നെ ഞങ്ങൾ ജോലി കിട്ടിയിട്ട് ഞാൻ പെയിൻ ഗസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ജോലി കിട്ടിയ സമയത്ത്. അപ്പോൾ അവിടെ വീട് നോക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കുറേ സ്ഥലത്ത് അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് വീട് കിട്ടുള്ളൂ. കുറേ സ്ഥലത്ത് വ്യൂവിങ്ങിനൊക്കെ പോകണമെന്ന് പറയും. അപ്പോൾ അതൊക്കെ എങ്ങനെ തുടങ്ങും ഒന്നും എനിക്കറിയില്ല ഫാമിലീനെ കൊണ്ടുവരുന്നതിനേക്കാളും മുമ്പായിട്ട്. പക്ഷേ ഞാൻ പെയിൻ ഗസ്റ്റായിട്ട് നിന്ന വീട്ടുകാർക്ക് ഒരുപാട് നാളായിട്ട് ഓസ്ട്രേലിയയിൽ ജോലി നോക്കുന്നുണ്ടായതാണ്. പക്ഷേ ഞാൻ വീട് നോക്കുന്ന ആ സെയിം സമയത്ത് തന്നെ അവർക്ക് വിസ റെഡിയാവുകയും ഒരു ഓസ്ട്രേലിയയിൽ പോവുകയും ചെയ്തു. അപ്പോൾ ആ പോയതുകൊണ്ട് എനിക്കൊരു വീട് പോലും നോക്കാണ്ട് ഞാൻ നിന്ന വീട് തന്നെ എനിക്ക് സ്വന്തമായിട്ട് അവരെ വീടും കാറും എല്ലാ സാധനങ്ങളും ഒന്നും എനിക്ക് അറിയേണ്ട വന്നില്ല. ന്യൂസിലാൻഡിൽ എത്തിയിട്ടും എന്താ പറയുക മാതാവ് എന്നിലേക്ക് എല്ലാം അങ്ങനെ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് 2.5 വർഷത്തിനുള്ളിൽ എനിക്ക് ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. പക്ഷേ അതല്ലാതെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം മാതാവ് തന്നിട്ടുണ്ട്. ഇത്രയും തന്ന മാതാവിന് ഒരായിരം നന്ദി. പിന്നെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായി. പിന്നെ എന്താവശ്യം ഞാൻ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ ചെയ്യാറുണ്ട്. പിന്നെ സാധിക്കുന്ന ദിവസങ്ങളൊക്കെ ബൈബിൾ വായിക്കാറുണ്ട്. കുടുംബപ്രാർത്ഥന ഒരുമിച്ച് ചെല്ലാറുണ്ട്. സാധിക്കുന്ന സമയത്തൊക്കെ പള്ളിയിലേക്ക് പോകാറുണ്ട്. പിന്നെ ഞങ്ങൾ അനാഥാലയത്തിലേക്ക് പൈസ കൊടുക്കാറുണ്ട്. അങ്ങനെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഈ സമയത്തിനുള്ളിൽ. അപ്പോൾ ഇനിയും ഞങ്ങൾ 14 തിരിച്ച് ന്യൂസിലാൻഡിലേക്ക് പോവാണ്. അപ്പോൾ മാതാവിനോട് യാത്ര പറയാൻ കൂടി വന്നത്. അപ്പോൾ ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഒത്തിരി നന്ദി. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സാക്ഷി ഞാൻ പറയാൻ വിട്ടുപോയി. അതെന്താണെങ്കിൽ ഞാൻ കുഞ്ഞിനെ പ്രഗ്നൻ്റാന്ന് അറിഞ്ഞു മെയ് മാസം. അത് കഴിഞ്ഞ് 2 മാസമായപ്പോൾ ഞാൻ ജോലിയുടെ ഇടയ്ക്ക് പെട്ടെന്ന് എനിക്ക് വയറുവേദന വന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവർ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ അതേ വലിപ്പമുള്ള ഒരു ഫൈബ്രോയിഡാണ് കണ്ടത്. അപ്പോൾ എനിക്കും അത് കാണിച്ചു. ഞാനും കണ്ടു കുഞ്ഞിൻ്റെ അതേ സൈസിൽ ഫൈബ്രോയിഡ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇപ്പോൾ തന്നെ അബോർഷൻ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ജീവനത് ഭീഷണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഹസ്ബൻഡും പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും അബോർഷൻ ചെയ്യില്ല, കുഞ്ഞിനെ ഹാർട്ട് ബീറ്റ് എല്ലാം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞിനെ ഒരിക്കലും ഞങ്ങൾ അബോർഷൻ ചെയ്യില്ല. ദൈവം തന്ന കുഞ്ഞാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് മാതാവ് തന്ന കുഞ്ഞാണെന്ന്. ആ കുഞ്ഞാണെങ്കിൽ മാതാവ് എന്തെങ്കിലും നോക്കിക്കോളെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ സൈൻ ചെയ്ത് കൊടുത്ത് ഞങ്ങളുടെ റിസ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. മാതാവ് നോക്കിക്കോളെന്ന് എനിക്ക് അത്രയും വിശ്വാസമായിരുന്നു. പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ ആ മുഴ ഒന്നും തന്നെ ഇല്ല, കുഞ്ഞ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ശരിക്കും ഈ കുഞ്ഞിത് അത്ഭുതമാണ്. നമ്മൾ ഡോക്ടേഴ്സ് പറയണ കേട്ട് ഞാൻ അബോർഷൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇന്ന് ഈ കുഞ്ഞിനെ പിടിച്ചിവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം മാതാവ് തന്ന കുഞ്ഞാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കണം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നിദാ റാഫേലിൻ്റെ സാക്ഷ്യം, അനുഭവ സാക്ഷ്യം നമ്മൾ കേൾക്കുകയായിരുന്നു. എപ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് വാക്കുകളിൽ തന്നെ പ്രകടമായിരുന്നു. ജോലിയെക്കുറിച്ചും ജോലി ലഭിക്കാത്തതിൻ്റെതായ ലാസ്റ്റ് നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ ചില മനുഷ്യ രൂപത്തിൽ അമ്മയുടെയൊക്കെ സാന്നിധ്യമൊക്കെ കടന്നു വരും. അത് നമ്മുടെയൊക്കെ വിശ്വാസത്തെ കൂടുതൽ ആഴപ്പെടുത്തുവാനും പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെട്ടുവെന്ന് നമ്മളെയൊക്കെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഓരോ കടന്നു വരവൊക്കെ ചെയ്യുന്നത്. ഈ മകളുടെ ജീവിതത്തിൽ മരിയ എന്ന സ്ത്രീയിലൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യ സംരക്ഷണവും ഈ മകൾക്ക് ജോലി കൂടി ലഭിക്കുന്നത് വാക്കുകളിൽ നിന്ന് വളരെയേറെ പ്രകടമാണ്.
പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഈ മകളുടെ വിശ്വാസത്തെ കൂടുതൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റുകയൊക്കെ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ജോലിയിൽ നിൽക്കുവാനും അതോടൊപ്പം തന്നെ തനിക്ക് ലഭിക്കേണ്ട പൈസ അത് മുഴുവനായിട്ടത് തിരിച്ചു കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തൻ്റെ ഉള്ളിൽ വളർന്നു വന്ന ഫൈബ്രോയിഡിൻ്റെ ആണെങ്കിലും അത് പരിശുദ്ധ അമ്മയോട് ചേർന്നപ്പോഴത്തേക്കും ഒരു വലിയ സൗഖ്യമായിട്ടും പൂർണ്ണമായൊരു സൗഖ്യം നൽകിയാണ് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ ഈ മകള് വളർന്നു വരികയൊക്കെ ചെയ്തത്. നമുക്കെല്ലാവർക്കും നന്ദി പറയാം. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെ മാറ്റണമെന്നും ഇനി നിരവധി അനുഗ്രഹങ്ങളാൽ ഇവരനുഗ്രഹിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കാം. ഒപ്പം ഇത് കേൾക്കുന്ന സാക്ഷികളായ നമുക്കും പ്രത്യക്ഷീകരണ മാതാവിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അത് സ്വീകരിക്കുന്ന മനുഷ്യനാക്കി മാറ്റുവാൻ നമ്മളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.